നമ്മൾ കേരളത്തിൽ സ്റ്റാർട്ടപ്പ് റെവല്യൂഷൻ ഉണ്ടായതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ സാർ വളരെ അതിൻ്റെ ശരിക്കും എങ്ങനെയാണ് ഘട്ടം ഘട്ടമായിട്ടുണ്ടായെന്നുള്ള കാര്യം വളരെ നന്നായിട്ട് വിവരിക്കുകയുണ്ടായി. നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരു പ്രശ്നമാണ് കേരളത്തിലൊരു സിനിസിസം. അത് കേരള ലേറ്റിയുടെ തന്നെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അംഗീകരിക്കുക അല്ലെങ്കിൽ ഭാഗമാക്കാവുക എന്നൊക്കെയുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ട് ഒരു മെൻ്റൽ ചലഞ്ചായിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലോക്കായിട്ടുള്ള ഒരു സമൂഹത്തിലാണ്. ഇപ്പോൾ ഇത്രത്തോളം ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവന്നു. നമ്മുടെ പോളിസി നാഷണൽ പോളിസിയുടെ ഭാഗമായി നമ്മുടെ ഇവിടെ തന്നെ 6000-7000 പേര് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ പോവുകയാണ്. ഇനി എന്താ? വാട്ട് ഡു യു തിങ്ക്? സാറിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഇത്രയും ഈ സാർ പറഞ്ഞതെല്ലാം ഓരോരോ സമയത്തുണ്ടായ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴാണ് ഈ സ്റ്റാർട്ടപ്പ് പോളിസിയും സ്റ്റാർട്ടപ്പ് റെവല്യൂഷനും കേരളത്തിലുണ്ടായത്. അപ്പോൾ നമ്മൾ ആ തലത്തിലൂടെ മുമ്പോട്ട് പോവുകയാണ്. വളരെ കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ പർട്ടിക്കുലർ നോളജ് എക്കണോമിക്കിലൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തന്നെയും ഇനി നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ വളരെ കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നാട്ടുകാർ പുറത്തു പോകുന്നു, അല്ലെങ്കിൽ പുറത്തു പോകുന്നവർക്ക് പുറത്ത് നിൽക്കാൻ പറ്റാതെ തിരിച്ചു വരുന്നു. മധ്യപൂർവ്വ രാജ്യങ്ങളിലെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഉള്ള സമയത്ത് കേരളം ഇനി എന്താണ് നോക്കേണ്ടത്? വാട്ട് ഈസ് എ നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ദാറ്റ് വി ഷുഡ് ആസ്പയർ ഫോർ? അതെന്താണ്? കേരളം ഉണ്ടായതിന് ശേഷം ഇപ്പോൾ എത്ര വർഷമായി? 70 വർഷമായി. അപ്പോൾ ആ 70 വർഷത്തിനുള്ളിൽ വി ഹാവ് അച്ചീവ്ഡ് എ ലോട്ട് ഇൻ സോ മെനി മേഖലയിൽ. അത് സാമൂഹ്യമായും സാമ്പത്തികമായിട്ടും ഒക്കെ നമ്മൾ പുരോഗമിച്ചു. നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ വളർന്നു. ഞാനും നായരും ഒക്കെ ചെറുപ്പകാലത്തെ ഉള്ള ഒരു പട്ടിണിയോ കഷ്ടപ്പാടുകളൊന്നും കാണുന്നില്ല. ദർ ആർ സോ മെനി അതർ ഇഷ്യൂസ്, ബട്ട് basically materially we have also, like many other countries or many other states, we have come forward. But ഈ മലയാളികൾ എന്ന് പറയുന്ന ബേസിക്കലി ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ലോട്ടാണ്. അതെ. പക്ഷേ കേരളത്തിനുള്ളിൽ നിന്ന് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഈ സിനിസിസം. അതെ അതെ കേരളത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല. അതെ. ഇവിടെ ഞങ്ങളൊരു പ്രത്യേക ഫോർട്ടയാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. അപ്പോൾ അതിനപ്പുറം ആസ്പിറേഷൻ ഉള്ളവർ ആണ് ഈ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. അതെ. ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഗൾഫിൽ കിട്ടി. അത് കഴിഞ്ഞ് ഒരു 10-20 വർഷമായിട്ട് ഡെവലപ്ഡ് കൺട്രീസിലേക്ക്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, അയർലൻഡ്, ജർമ്മനി, അങ്ങനെ കുറേ രാജ്യങ്ങളിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അതും ഇപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെയെല്ലാം മൈഗ്രേഷൻ, ആൻറ്റി മൈഗ്രേഷൻ ഇതെല്ലാം നിൽക്കുകയാണ്. അപ്പോൾ ഫണ്ടമെൻ്റലി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും നല്ല ഒരു എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷൻ, അതെ, വെരി ഹെൽത്തി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലുള്ള HDI ഇൻഡെക്സ് പീപ്പിൾ ഹൂ ക്യാൻ എക്സർസൈസ് ദെയർ ഫാക്കൽറ്റി മച്ച് ബെറ്റർ ദാൻ മെനി അതർ ജിയോഗ്രാഫീസ് ഉള്ള ഒരു സമൂഹമാക്കി നമ്മൾ മാറ്റിയെടുത്തു. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി മുഴുവനും നമ്മൾ ഇനിയും സമൂഹത്തിൻ്റെ ഫർദർ പ്രോഗ്രസ്സിലേക്ക്. പക്ഷേ ഈ പ്രോഗ്രസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടു തരത്തിൽ ചിന്തിക്കാം. ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒക്കെ കഴിയാറായി, ദിസ് ഈസ് ഇനഫ്, വിൽ മെയിൻറ്റെയിൻ, അങ്ങനെ ഒരു ചിന്താഗതിക്ക് തെറ്റൊന്നുമില്ല. ഫിലോസഫി. പക്ഷേ ഹ്യൂമൻ മൈൻഡിനെ ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്യില്ല. ഹിസ്റ്ററിയിൽ ആരും എക്കണോമിക്കലി പുറകോട്ട് പോകാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. എക്കണോമിക് പ്രോഗ്രസ് മാത്രമേ, അത് മനുഷ്യൻ്റെ ഇൻഹറൻറ്റ് ഇതാണ്. അതിനെ നമ്മൾ തത്വചിന്തകൾ കൊണ്ടുവന്ന് എത്ര പിടിച്ചെടുക്കാൻ ശ്രമിച്ചാലും നിൽക്കില്ല, അതിൽ കടത്താവുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം മനുഷ്യരാശിയുടെ ഹ്യൂമൻ സൈക്കോളജിയുടെ ഇഷ്യൂ ആണ് ഐ വാണ്ട് മോർ. അതിനെ നമുക്ക് തടയിടാൻ സാധിച്ചാൽ വളരെ നല്ല കാര്യമെന്ന് ഞാൻ ചിലപ്പോഴും ആലോചിക്കും. എല്ലാവരും ഇരുന്നാൽ പോരെ. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദ വേ ഹ്യൂമൻ മൈൻഡ് ഈസ് മെയ്ഡ് ഓഫ്. അബ്സല്യൂട്ട്. ഹ്യൂമൻ നേച്ചർ ഈസ് നോട്ട് ദാറ്റ്. അതെ അതെ. അപ്പോൾ അത് സാഹചര്യത്തിനനുസരിച്ച് അത് വാണ്ടിങ്ങാണ്. അപ്പോൾ കേരളത്തിൽ എന്താ പറ്റാതെ? ഇവിടെ സ്ഥലമില്ല, ഇവിടെ മുഴുവൻ യൂണിയനാണ്, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടുത്തെ അയലോക്കം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നവരും ഒക്കെ ശരിയാണെങ്കിൽ തന്നെയും നമ്മൾ ഒരു കാലത്ത് എടുത്ത ചില കോൺഷ്യസ് പോളിസിയുടെയും അതനുസരിച്ച് വന്ന നിയമങ്ങളുടെയും ഭാഗമായിട്ടാണ് കേരളം ഇതിപ്പോൾ അച്ചീവ് ചെയ്തത്. അതെ. അപ്പോൾ അതിനെ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ ഘട്ടം ഘട്ടമായിട്ട് ചെറിയ ഒരു രീതി മതിയോ, അതോ ഒരു ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് വേണം? അതെ, ഇതാണ് ക്വസ്റ്റ്യൻ. അതെ. അപ്പോൾ അങ്ങനെ ഒരു ലീപ്പ് ഫോർവേഡിൻ്റെ സാഹചര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ. അതിൻ്റെ പോളിസി, അതിൻ്റെ ബേസും നമുക്കുണ്ട്. ഈ ബേസിൽ ഇൻക്രിമെൻ്റൽ ലെവലിൽ പോയി കഴിഞ്ഞാൽ ഒരിടത്ത് എത്തുന്നില്ല. അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ ഈ ഒരുമാതിരി കോമ്പറ്റേറ്റീവ് പൊളിറ്റിക്സും അതും ഇതുമൊക്കെ ഇതിന് കാരണമാണ്. അതെ.
പക്ഷെ അതിനപ്പുറമായിട്ട് ചിന്തിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയണം. നമ്മൾ ഓൾഡ് ജനറേഷനാണ്. അതെ, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ തലമുറയ്ക്ക് വേണ്ടി വരാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ മാത്രം, ഇനി അത് നടപ്പാക്കാനുള്ള പ്രായവും പിന്നെ പൊസിഷനും നമുക്കില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമ്മളൊക്കെ ഈ കാര്യം ഈ എക്സ്പീരിയൻസ് വെച്ചും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. അത് കഴിയുന്ന മേഖലകളിലൊക്കെ നമുക്കറിയാവുന്ന നേതൃത്വങ്ങളായിട്ട് സർവീസിലുണ്ടായിരുന്നപ്പോൾ അതിന് ശേഷവും നമ്മുടെ സമൂഹത്തിലെ ലീഡേഴ്സുമായിട്ടും പലതരത്തിലുള്ള ലീഡേഴ്സുമായിട്ടും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ ഒരു തിങ്കിങ് കറക്റ്റ് ഉണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ. കാരണം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് വ്യവസായം IT തന്നെയല്ല, നമ്മൾ ആ ജോലിയിലാണ് ഞാൻ ഇരുന്നതെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഗ്ലോബൽ ഔട്ട്ലുക്ക് കിട്ടാനുള്ള സാഹചര്യം ഇതിൽ ഇരുന്ന് കിട്ടിയിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് മാത്രമല്ല വേറെ പലർക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ മാത്രമൊന്നും അതിൻ്റെ കുത്തകയൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ അതനുസരിച്ച് കേരളത്തിന് ഒരു ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. ഒന്നാമത്തെ കാരണം ഈ ലാൻഡ് ബേസ്ഡ് പോളിസീസാണ്. അതെ, അതാണ് നമ്മളുടെ പ്രോഗ്രസിൻ്റെ ഒരു വലിയ തട. ഓക്കെ. അതാണ് നമുക്ക് ഈ ലാൻഡ് ഇല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ കൾച്ചറലി മിലീനിയകളായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഇൻഡിവിജ്വൽ വീടുണ്ടാക്കി താമസിക്കുന്നവരാണ്. ഇറ്റ്സ് നോട്ട് എനിബഡീസ് ഫോൾട്ട്. ഐ ഓൾസോ മേഡ് എൻ ഇൻഡിവിജ്വൽ ഹൗസ് ആൻഡ് സ്റ്റേ യു സോ ഇൻ ദ മോർണിംഗ്. സോ ഇത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഇന്നത്തെ മോഡേൺ വേൾഡിൽ അത് പുതിയ ജനറേഷൻ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾക്കിപ്പം ഒരു കാലത്ത് ഒരു കിടക്കാട്, അതിലൊരു വീട്, അപ്പം ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നേ അതിനകത്ത് പറയുന്നുള്ളൂ. സ്വന്തം പാർപ്പിടം വേണമെന്ന് പറയുന്നില്ല. ആഹാരം ആരെങ്കിലും കിട്ടിയാലും ആഹാരമായി, വസ്ത്രം ആരെങ്കിലും വാങ്ങിച്ചെന്നാൽ. പക്ഷേ മനുഷ്യൻ്റെ ആ സെൽഫ് ഒരു ഗൃഹനായകത്വം, അപ്പം അതിനൊരു വീട് വേണം. അത് വാടകയ്ക്ക് താമസിച്ചാലും വാടക കൊടുക്കാൻ വകുപ്പുണ്ടെങ്കിൽ വീടായി. അതെ, ഇതൊരു വലിയ സെക്യൂരിറ്റിയാണ് മനുഷ്യൻ. സ്വന്തം വീടെന്ന് പറയുന്നത് ലോകത്തിൽ എല്ലായിടത്തും അത് വേണം. അപ്പോൾ ആ വേർഡ് ഇപ്പം നമ്മൾ വെർട്ടിക്കൽ സ്ട്രക്ചേഴ്സ് ആയാലും മതി. അതെ, പുതിയ ജനറേഷൻ അതിനകത്തേക്ക് താല്പര്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു കൾച്ചർ സാവധാനം മാറും. ഈ ഇൻഡിവിജ്വൽ വീടുകളെല്ലാം ഒരു 2100 ഒക്കെ ആകുമ്പോഴത്തേക്ക് ആളുകൾ അർബനൈസ് ചെയ്ത് അർബൻ ക്ലസ്റ്റേഴ്സിലേക്ക് മാറും. ഈ ഡിസ്പേഴ്സ്ഡ് ക്ലസ്റ്ററിൽ നിന്ന് മാറ്റി. ഡിസ്പേഴ്സ്ഡ് അതിൻ്റെതായ ഗുണമുണ്ട്, ഞാൻ പറഞ്ഞു, അർബൻ ഇഷ്യൂസ്. പക്ഷേ പ്ലാന്റ് വേയിൽ അർബൻ കൾച്ചറിലേക്ക് മാറും. ഇപ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കുന്നത് പ്ലാന്റ് ആയിട്ടും അല്ല. അപ്പം ഐഡിയലി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലെ പോലെ മറ്റ് ജിയോഗ്രാഫിയിലെ പോലെ പീപ്പിൾ ലീവ്സ് ടുഗദർ ഇൻ എ പ്ലാന്റ് cluster, urban cluster. Rest of the land become free, which is used for unlimited economic development. അഗ്രികൾച്ചർ ആണെങ്കിലും ഇൻഡസ്ട്രി ആണെങ്കിലും ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. സിംഗിൾ ലെജിസ്ലേഷനെ കൂടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗ്രാമത്തിൽ ഇനി ആരും താമസിക്കാൻ പറ്റില്ല, നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ലെജിസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വി ക്യാൻ മേക്ക് എനേബിളിംഗ് പോളിസീസ് വിച്ച് ഓവർ എ പീരീഡ് ഓഫ് മേ ബി 50-60 years ഇന്ന് അത് ഫോർസീ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ വന്നു. അപ്പം നമ്മൾ ഈ സോഷ്യലിസത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് അതൊരു ആവശ്യമായിട്ടും എനിക്കും തോന്നുന്നു. ജന്മികളുടെ ഭൂമി എടുത്ത് സാധാരണക്കാർക്ക് കൊടുക്കും. അന്ന് എന്തായിരുന്നു, അവർ കുടിയാന്മാരായിട്ട് പാട്ടത്തിന് പോലെ എടുത്ത് അവർക്കൊരു ടെനുവറും ഫിക്സിറ്റി ഇല്ല, ഒന്നുമില്ലാതെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ജീവിച്ച കാലം കറക്റ്റ് തന്നെയാണ്. അതിന് അന്ന് നമ്മൾ ശക്തമായൊരു മാറ്റം ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ കൂടെ കൊണ്ടുവന്നു. കേരളത്തിൽ പക്ഷേ അത് മാത്രമല്ല, ഈ ഭൂപരിഷ്കരണ നിയമം മാത്രമല്ല, കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്ന ആ നിയമം കൂടാതെ അതിന് കൂട്ടത്തിൽ വന്ന ഒരു നിയമമാണ് ഈ ആളുകളെ എംപവർ ചെയ്തത്. എന്താണെന്ന് അറിയാം, എല്ലാ സ്റ്റേറ്റിലും ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് ഉണ്ട്. പക്ഷേ ഇവിടെ ലാൻഡ് അസൈൻമെൻറ്റ് ആക്ടിൽ ഒരു കിടപ്പാടം ഒരാളുടെ ഒരു മൗലിക അവകാശം പോലെ നമ്മുടെ സമൂഹം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്ത്യയിൽ വേറെ ഒരു സമൂഹത്തിലും ഇങ്ങനെയില്ല. എല്ലാവർക്കും ഭൂമി കൊടുക്കണം. ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഭൂരഹിതരില്ലാത്ത കേരളം, ഇതൊക്കെ നമ്മുടെ ഒരു കളക്റ്റീവ് ഐഡിയ ആണ്, ഒരു ഫിലോസഫിയാണ്. എല്ലാവർക്കും ഭൂമി വേണം. ഈ ഐഡിയ 60s മുതൽ തുടങ്ങി നമ്മൾ ലക്ഷക്കണക്കിന് ഏക്കർ കേരളത്തിൽ ആളുകൾക്ക് പതിച്ചു കൊടുത്തു. കൊല്ലം ജില്ലയുടെ കിഴക്ക് ഭാഗമൊക്കെ ഒരു 90% പതിച്ച ഭൂമിയായി 60s മുതൽ അങ്ങോട്ട്. തിരുവനന്തപുരത്തിൻ്റെ കിഴക്ക് ഭാഗത്തുമല്ല, ഇടുക്കിയിൽ മോസ്റ്റ്ലി അതില്ല, വയനാട്, പിന്നെ മലപ്പുറത്തിൻ്റെ ഭാഗം, എല്ലായിടത്തും. അപ്പം അങ്ങനെ എല്ലാവർക്കും ഭൂമിയൊക്കെ കൊടുത്ത് നമ്മളിപ്പോൾ ഒരു നല്ല ഇതായി. ഇനി ഇതിനെ നമ്മൾ ഈ ഭൂമിയെ മുഴുവൻ കൃഷി ചെയ്യാത്തതായിട്ട് മാറി. കൃഷിയിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു ആ ഭൂപരിഷ്കരണം. അതിന് അഗ്രേറിയൻ റിഫോം എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞത് തന്നെ. അഗ്രേറിയൻ ടിനസി എടുത്ത് മാറ്റിയിട്ട് അവർക്ക് തന്നെ കൃഷി ചെയ്യുക, അതിന് നല്ല ഒരു ലൈഫ് ഉണ്ടാക്കുക. അത് ചെയ്തു. ഒരു 70s 80s ആയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം ഭൂമി കിട്ടി. ആ ഭൂമി എത്രയാണെന്നറിയാമോ?
1.5 lakh ഏക്കറിൽ താഴെ ഈ മിച്ചഭൂമി എടുത്ത് കൊടുത്തിട്ടുള്ളൂ. അതെ, കുറേ മിച്ചഭൂമി ഇപ്പോഴും ഗവൺമെന്റ് കയ്യിൽ ഇരിക്കുക. 1.5 lakh ഏക്കർ, 1,90,000. അതിലൊക്കെ വളരെ കൂടുതൽ, എനിക്ക് കൃത്യമായി എൻ്റെ കണക്കറിയില്ല. അതിലൊക്കെ വളരെയധികം നമ്മൾ ഈ പല മറ്റ് നിയമങ്ങളിൽ കൂടി ആളുകൾക്ക് പതിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഭൂനിയമത്തിൽ നിന്ന് എടുത്ത് കൊടുത്തതല്ലാതെ അതല്ല, ഈ അസൈൻമെന്റ് ആക്ട് തന്നെ പലതുണ്ട്. ഒറ്റ ആക്ട് കൂടാതെ അതുപോലെയുള്ള കണ്ടമാനം നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളുടെ എല്ലാം നിറ്റിഗ്രിറ്റിയുമായിട്ട് ഇന്ന് കേരളത്തിലെ ലാൻഡ് എന്ന് പറയുന്നത് പല നിയമങ്ങളുടെ റിസ്ട്രിക്ഷനിൽ തളച്ചിട്ടിരിക്കുന്ന ലാൻഡാണ്. ഓക്കെ, സ്റ്റക്കാണ്. അത് കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഞാനൊരു കർഷകൻ്റെ മകനാണ്, ഒരു ചെറുകിട കർഷകൻ്റെ മകനാണ്. അന്ന് ഒരു 2-3 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കാൻ അത് മതി. ഞങ്ങളത് കൃഷി ചെയ്ത് ജീവിച്ച ആളുകളാണ്. ഇന്നിപ്പോൾ ഒരാൾക്ക് 2 ഏക്കർ കൃഷി ചെയ്ത് എത്ര പേര് അതുകൊണ്ടൊരു ജീവിതം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്? ആസ്പിറേഷൻസ് മാറി യങ് ആളുകൾക്ക് കൃഷി ചെയ്യാനുള്ള താല്പര്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ഞാൻ പറയുന്നത്. പക്ഷേ അതിന് ഒരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞ നിയമത്തിൽ ഒരു റിലാക്സേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ലാൻഡിൽ കേരളത്തിൽ ഇന്ന് ലക്ഷക്കണക്കിന് ഏക്കർ ഈ നിലം എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയ ഭൂമി തന്നെയല്ല, കരഭൂമികൾ. റബ്ബർ വെച്ചത് മുഴുവൻ റബ്ബർ വെട്ടാതെ കാട് കയറി കിടക്കുകയാണ്. അതെ, അത് ഫോറസ്റ്റിനോട് അടുത്ത സ്ഥലത്ത് കിടക്കുന്നതുകൊണ്ടാണ് വന്യമൃഗങ്ങൾ വരുന്നത്. അപ്പം ഈ ഭൂമിയെ നമ്മൾ എന്താ പറയണത്, പോളിസി വൈസ് ലെജിസ്ലേഷനിൽ ഉള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എന്തെങ്കിലും യൂസ് ചെയ്യാവുന്ന തരത്തിലാക്കണം. എൻ്റെ റബ്ബർ തോട്ടം എനിക്ക് പുറമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ലാൻഡ് റിവ്യൂവിനോട് കൺസ്ട്രക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് റബ്ബർ തോട്ടം ഉണ്ടെങ്കിൽ റബ്ബർ തോട്ടമായിട്ട് നിൽക്കണം. റബ്ബറിന് ലേബർ ഇതുമെല്ലാം കൂടുതലാണ്, എനിക്ക് വേറൊരു ക്രോപ്പിലേക്ക് പോകാനായിട്ട് അനുവദിക്കുന്നില്ല. അപ്പോൾ അതിന് ഗവൺമെൻറ് IMനെ സ്റ്റഡിയൊക്കെ വെച്ചു, IMൻ്റെ റിപ്പോർട്ട് വന്നു. അപ്പോൾ ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ സർവീസിലുള്ള കാലം മുതൽ ഇതൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ ഇറ്റ്സ് ഹൈ ടൈം നൗ യു ഹാവ് ടു ടേക്ക് എ ഡിസൈസീവ് സ്റ്റെപ്പ് ഓൺ ദാറ്റ്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 3-4 ലക്ഷം ഏക്കർ നമുക്ക് കൃഷി ഉപയുക്തമാക്കാൻ പറ്റും. കൃഷി കൊമേഴ്ഷ്യൽ കൃഷിക്ക് നമ്മൾ ചെറുകിട കർഷകർ എന്ന് പറയുന്നവർ അവരെ ആരെയും നമ്മൾ ഇല്ലാതാക്കണ്ട. അവർ കൃഷി ചെയ്ത് ചെയ്തോടെ, അവർക്ക് വേണ്ട സപ്പോർട്ടും ഗവൺമെൻറ് കൊടുക്കട്ടെ. പക്ഷേ ബാക്കി കിടക്കുന്ന ഈ ചെറുകിടയുടെ നേരെ മുകളിലുള്ള, ഐ എം നോട്ട് ഓൺലി ടോക്കിംഗ് അബൌട്ട് പ്ലാന്റേഷൻ, ലോട്ട് ഓഫ് ആബ്സെന്റി ലാൻഡ് ലോട്ട്സ്. അതെ, അവർ ഗൾഫിലും അമേരിക്കയിലും അവരുടെ ഭൂമി ഇവിടെ കിടക്കുന്നു. നോബഡി ടു ലുക്ക് ആഫ്റ്റർ, ഇറ്റ്സ് എ ബർഡൻ ഓൺ ദം. അപ്പം നമ്മൾ ഈ ഭൂപരിധിയിൽ ഒരു റിലാക്സേഷൻ ആയിരിക്കും. ഇപ്പോൾ 15 ഏക്കർ എന്ന് പറയുന്നത് വേണ്ടി 30-40 ആക്കിക്കോളൂ. ഇത് പഴയ രീതി പോകത്തില്ല, ഒരു ജന്മിയുടെ കയ്യിലേക്ക് പോകത്തില്ല. ഇന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന, പഴയ ജന്മികൾ ആരും കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല, ജനറേഷനായിട്ട് കിട്ടിയതാണ്. ഇന്ന് കാശ് കൊടുക്കുന്ന ഭൂമി അവൻ അതിനെ ഉപയോഗിക്കാൻ വേണ്ടി കാശ് കൊടുക്കി വാങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാൾ ഇനി ഒരു 30 ഏക്കർ വാങ്ങിച്ചാൽ എന്താണ് കുഴപ്പം? ബാക്കി ആർക്കും ഭൂമി ഇല്ലാതെ പോകും? ഇല്ല, അതിന് പ്രശ്നമില്ലെന്നേ. അവർക്കിപ്പോൾ വീടും കിട്ടി. അവനിപ്പോൾ അന്ന് എത്ര പേര് IT ജോലിയിൽ ജീവിക്കുന്നു, അന്ന് എത്ര പേര് പിന്നെ നമ്മൾ കാണുന്ന ടൂറിസത്തിൽ എത്ര പേര് ജീവിക്കുന്നു. അങ്ങനെ വേറെ എത്രയോ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. കൃഷിയെ മാത്രം മാതിരി ജീവിക്കണ്ടേ. കൃഷിയിൽ പക്ഷേ കൃഷി ഫണ്ടമെന്റലാണ്. ആ ഉൽപാദനം നമുക്ക് വേണം. കൃഷി തന്നെയല്ല, അഗ്രോ ഫോറസ്ട്രിയോ എനിത്തിങ് കമ്മിങ് ഔട്ട് ഓഫ് പ്രൊഡ്യൂസ്ഡ് ഔട്ട് ഓഫ് ദി ലാൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു 5-6 ലക്ഷം ഏക്കറെങ്കിലും പാടമായിട്ടെന്ന് നമ്മൾ പറയുന്ന പാടമും അല്ലാത്ത ഭൂമിയും ഇപ്പം ഒരു പ്രൊഡക്ഷനും ഇല്ലാതെ നിൽക്കുക. തെങ്ങും തോട്ടങ്ങൾ പലരും തെങ്ങിൻ്റെ പ്രൊഡക്ടിവിറ്റി പോയിട്ട് നോബഡി ലുക്സ് ആഫ്റ്റർ ദാറ്റ് തിങ്. അപ്പോൾ ഇതിനെ ഒന്നുകിലും നല്ല രീതിയിൽ കൊമേഴ്ഷ്യലായിട്ട് ടെക്നോളജി ഒക്കെ ആക്കി, മെഷീനറി ഒക്കെ വെച്ച് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ടെക്നോളജി ബേസ്ഡ് അഗ്രികൾച്ചർ എൻ്റർപ്രൈസസിലേക്ക് മാറണം. അപ്പോൾ ഇപ്പോൾ ഭൂമിക്ക് വില കൂടുതലായതുകൊണ്ട് ആളുകൾക്ക് ഇത് വാങ്ങിച്ചു കൂട്ടി എന്ന് പറഞ്ഞൊന്നും ആക്കാൻ പറ്റുന്നില്ല. സോ ദ ഓൺലി വേ ഈസ് ദ ലീസ് ദ ലാൻഡ്. ആ ലീസ് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി ലീസ് ഇപ്പോൾ ഭൂപരിഷ്കരണ നിയമത്തിൽ ബാൻഡാണ്. എനി എഗ്രിമെന്റ് ഇത് അബിനിഷോ ഇൻവാലിഡ് എന്നാണ് സെക്ഷൻ 72 പറയുന്നത്. ഇപ്പം നമ്മളെല്ലാം ചെയ്യുന്നത് ഇൻഫോർമലാണ്, അത് ഇല്ലീഗലുമാണ്. ആർക്കും റിട്ടേൺ ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ റിട്ടേൺ ഡോക്യുമെന്റ് ഉണ്ടാക്കി ലീസിലെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ബാങ്ക് ഫൈനാൻസ് കിട്ടുള്ളൂ, ക്രോപ്പ് ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അത് നമ്മളിപ്പോൾ പറയാം, നീ 10,000 ഏക്കർ ലീസ് അനുവദിക്കേണ്ടെന്നേ. യു അലവ് ആൻ അഗ്രികൾച്ചർ ലീസ് ഓഫ് 30, 40, 50 ഏക്കേഴ്സിനോ വട്ടെവർ ഇറ്റ് ഈസ്. അത് ലെജിസ്ലേച്ചർ തീരുമാനിക്കട്ടെ എവിടെ വരുന്നത്, ഒരു സീലിംഗ് വെക്കുക. അപ്പോൾ ഈ ഭൂമിയെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രോഗ്രസ്സിൽ പോകാൻ വേണ്ടിയുള്ള ഒരു പ്രധാന ചേഞ്ചാണ്. മാത്രമല്ല അതൊരു ഫണ്ടമെന്റൽ, നമ്മുടെ എക്കണോമിയുടെ ഫണ്ടമെന്റൽ ആണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. എക്കണോമിയുടെ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് അപ്പോൾ ഇപ്പോഴും നമ്മൾ പറയും, കേരളം, എത്രയോ പേര് ഇപ്പോഴും സ്റ്റേറ്റ്മെന്റ്, കേരളം ഒരു കൃഷി അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാണ്. കേരളത്തിൻ്റെ കൃഷി എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയുടെ 10% ഉള്ള.
ആ 10% ഒരു 20% ഓഫ് ദാറ്റ് ഒരു 2 to 3% ഈസ് ബിഗ് ഫാംസ്. അതെ, നമ്മുടെ പ്ലാന്റേഷൻസ്. അതെ, അതൊന്നും സാധാരണ വ്യക്തികൾ ഇൻവോൾവ് അല്ല. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൃഷി അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാണ് എന്ന് പറയുന്നത് തെറ്റാണ്. കേരളത്തിൽ അഗ്രികൾച്ചർ ലേബറേഴ്സ് മുഴുവൻ ഇപ്പം എവിടെയെങ്കിലും അഗ്രികൾച്ചർ ഉണ്ടെങ്കിൽ പുറത്ത് വന്നവരാണ്. കേരളത്തിൽ അഗ്രികൾച്ചർ ലേബർ പോലും ഇല്ല. അഗ്രികൾച്ചർ തൊഴിലെടുക്കാനായിട്ട് വളരെ കുറച്ച് പേരെ ആഗ്രഹിക്കും. ഇതൊക്കെ വന്ന സമയത്ത് നമുക്ക് ടെക്നോളജി ബേസ്ഡ് ആയിട്ട് സ്കെയിലപ്പ് ചെയ്തിട്ട് ഒരു സ്കെയിൽ വേണം. ആ സ്കെയിലുണ്ടെങ്കിൽ മാത്രമേ ഇപ്പം IoTized അഗ്രികൾച്ചർ. നമ്മുടെ റൂമിലിരുന്ന് ഞാൻ ഇവിടുന്ന് നമ്മൾ കുറേ സ്റ്റാർട്ടപ്പുകൾ ജപ്പാനിൽ പോയി. അതെ. അപ്പം ജപ്പാനിലെ ഒരു ഗവർണർ നമ്മളോട് ആവശ്യപ്പെടുക, നിങ്ങളുടെ IT സപ്പോർട്ടുണ്ട്, we have nobody to do agriculture. So I want an IoTization of our agriculture. You help us so that a person sitting at his home can control everything. That's theoretically possible, practically done in many countries. So in Japan, we want to introduce in a large scale. So you bring your young engineers and get it done. And the governor of a prefecture in Japan. Japan. He was a ambassador. Okay. Governor. So he was saying that they are aspiring such things. I have now found that Kerala should think of that thing. Okay. So allow people to have 20-30 acre. If he has the money, buy it. If he doesn't have the money, let him lease it. And then do it very effectively, produce more. Agriculture production ഒരു ലിമിറ്റുമില്ല. എത്ര പിടിച്ചാലും ലോകത്തിൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ വാങ്ങിച്ചു. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം റബ്ബറെന്നോ അല്ലെങ്കിൽ ഏലം അല്ലെങ്കിൽ കുരുമുളക് എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ IoTization ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്യാൻ വി ഗോ ബാക്ക് ടു റൈസ് ആൻഡ് അതർ തിങ്സ്? I think any crop which is remunerative, anything which produces, it may be food crop, maybe non-food crop. Okay. Non-food crop വേണ്ടേ? Why don't we do ഈ പാടങ്ങളിൽ why don't you do large scale aquaculture? Okay. നമ്മൾ നെല്ലും മീനും അല്ല നമ്മുടെ മെയിൻ സാധനം. അതെ. അരി മാത്രം മതിയോ? പോരാ. മീൻ കിട്ടിയാൽ തിന്നതില്ല. ഇപ്പം നമ്മൾ ആന്ധ്രയിൽ നിന്നും പറ്റും റോഹുവും കട്ടലയെല്ലാം ഇവിടെ കൊണ്ട് തിന്നേണ്ട വല്ല കാര്യമുണ്ട്? അതും all this poison. ഇത്രയും ഇത് കിടക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ എന്തുമാത്രം സ്റ്റാഗ്നന്റ് വാട്ടർ, അതിനകത്ത് നിന്ന് പിന്നെ കൊതുകും അമീബിയ രോഗം, ഏതെല്ലാം തരത്തിലുള്ള രോഗത്തിന് നമ്മൾ അനുഭവപ്പെടുന്നത് ഈ വെറുതെ കിടക്കുന്ന ലാൻഡ് ഫോറസ്റ്റായിട്ട് കിടന്നാലും അതിനകത്ത് കുഴപ്പം. അതെ. സോ ഓൾ ദീസ് തിങ്സ് വി നീഡ് ടു തിങ്ക് വെരി റാഡിക്കലി നൗ. അതെ, റാഡിക്കൽ ചെറിയ സാധനത്തിൽ കൂടെ പറ്റില്ല. ഈ റാഡിക്കൽ വിൽ ഓൺലി allow us to have that leap forward. അതെ, അത് ചെയ്യേണ്ട കാലം ആയി. ഓക്കെ. ആ റിയലൈസേഷന് എൻ്റെ ഒരു ഫാർമറുടെ മകൻ മുതൽ ഇങ്ങോട്ട് വെറും ഒരു സാധാരണക്കാരനായിരുന്നതിൽ മുതൽ ഈ ജോലിയും ചെയ്ത് ഈ സ്ഥലത്ത് വന്ന് എന്നെ സംബന്ധിച്ച് വളരെ കൺവിൻസ്ഡ് ആണ്. അങ്ങനത്തെ ഒരു പോളിസി ആൻഡ് ലെജിസ്ലേറ്റീവ് ചേഞ്ചസ് വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ് അവർ GDP, അവർ SDP. സാർ നേരത്തെ പറഞ്ഞപ്പോൾ 10% താഴെ മാത്രമാണ് നമ്മൾ ഈ കൃഷി ഉള്ളൂ. ഇത് ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ അഗ്രികൾച്ചറൽ എക്കണോമിയുടെ ഈ പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്, സ്റ്റേറ്റ് GDP ഔട്ട്പുട്ട് എത്രത്തോളം കൂട്ടാനാകും സാർ? അത് ഞാൻ പറഞ്ഞത് അഗ്രികൾച്ചർ പോയിട്ട് 20% ആകാൻ പോകുന്നില്ല. ഇല്ല. അമേരിക്കയിൽ അഗ്രികൾച്ചർ പോയി 3%. യെസ്. അപ്പം നമ്മുടെ ഇത് 10% കുറയുന്നതിലും കുഴപ്പമില്ല. ഇല്ല. ബട്ട് ലെറ്റ് ലാസ്റ്റ് ബി യൂസ്ഡ് ആൻഡ് പ്രൊഡക്ഷൻ ഹാപ്പൻസ്. ഓക്കെ. ബട്ട് ഇത് വന്നു കഴിയുമ്പോൾ അഗ്രികൾച്ചർ ഇസ് നോട്ട് ദി ഓൺലി തിങ് ഹാപ്പൻസ്. യെസ്. A lot of people think otherwise they get into other enterprises. Ade. Agri processing. Agri based industry. Yes. Value addition. So yes. That is the way civilizations have moved from agriculture to industry and to service. Yes. അതാണല്ലോ ക്ലാസിക്കലായിട്ട്. അങ്ങനെ തന്നെയാണ് വന്നത്. അപ്പൊ കേരളത്തിൽ ആ മൂവ്മെന്റ് നടക്കാതെ ഈ അഗ്രികൾച്ചറിൽ നിന്നും ഇൻഡസ്ട്രിയിലേക്ക് പോകാതെ നമ്മൾ സർവീസ് സെക്ടറിലേക്ക് പോയി നമ്മൾ ഡയറക്റ്റായിട്ട് ജമ്പ് ചെയ്തു. 65-68% സർവീസ് സെക്ടറിൽ പോയി. ഞാൻ അതിനകത്ത് വലിയ തെറ്റ് കാണുന്നില്ല. പക്ഷേ അഗ്രികൾച്ചറും ഇല്ല, പ്രൊഡക്ഷനും ഇല്ല. ഇത് ലാൻഡ് കിടക്കാണ്. അപ്പം ഞാൻ ഈ പറയുന്ന അഗ്രികൾച്ചറിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റ് സെക്ടറിലും വലിയ ജീവൻ വെക്കും. പ്രൊഡക്റ്റീവ് ഫോഴ്സസ് വിൽ ഗെറ്റ് ഇൻ ടു ദ ഇൻഡസ്ട്രി ആൻഡ് സർവീസ്. സാർ നേരത്തെ പറഞ്ഞ ഒരു വാക്ക് IoTization എന്ന് പറയും. അപ്പോൾ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അധിഷ്ഠിതം, അത് ടെക്നോളജി അധിഷ്ഠിതമായി എന്നൊരു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു അഗ്രികൾച്ചറും ടെക്നോളജിയും കൂടി സമന്വയിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെ. യു റിമെമ്പർ 2013 ടൈക്കോൺ ഞാനാ ഉദ്ഘാടനം ചെയ്തത് കൊച്ചിയിലെ. ഓർമ്മയുണ്ട്. അന്ന് ഞാൻ പറഞ്ഞത് ടെക്നോളജി എന്റർപ്രൈസ്, നമ്മുടെ സ്റ്റാർട്ടപ്പ് അതുവഴി നീങ്ങൽ. വി നീഡ് ടു ഹാവ് എ വെരി ലാർജ് സ്കെയിൽ അഗ്രികൾച്ചർ ബേസ്ഡ് സ്റ്റാർട്ടപ്സ്. യെസ്. അഗ്രി എന്റർപ്രനേഴ്സ് ഈസ് ദ നെക്സ്റ്റ് തിങ് എന്ന് ഞാൻ അന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അതിപ്പോഴും ആയിട്ടില്ല.
ഈ അഗ്രിപ്രനുവർ എന്ന് പറയുന്നത് കേരളത്തിൽ അഗ്രിപ്രനുവർ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ട്. ദർ ആർ സോ മെനി പീപ്പിൾ ഇൻ 2 ഏക്കർ ലാൻഡ് കൊണ്ടും 5 ഏക്കർ ലാൻഡ് കൊണ്ടും 10 ഏക്കർ ലാൻഡ് കൊണ്ടും വളരുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലുമൊക്കെ പടുതാക്കുളം എന്ന് പറഞ്ഞിട്ട് റബ്ബർ തോട്ടത്തിനകത്ത് വലിയ കുളം ഉണ്ടാക്കി മീനുണ്ടാക്കി പൈസ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ. പക്ഷേ അതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ടെക്നോപ്രന്യൂവറെ പോലെ തന്നെ ഈ അഗ്രിപ്രന്യൂവർ ഈ എല്ലാ മേഖലയിലും ഒരു ജമ്പ് ഉണ്ടാകേണ്ട സാധ്യതയാണ്. അതിൻ്റെ പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് ഈ റെഗുലേഷൻ, അതെ, ഈ ലോയാണ്. അതിൽ ഞാൻ അവിടെയും പറയുന്നത് ഒറ്റയടിക്ക് നിയമങ്ങൾ എടുത്തു കളയാൻ പറയുന്നില്ല. അതിലെ ഒത്തിരി നല്ല വശങ്ങൾ അവിടെ നിൽക്കട്ടെ, വേറെ നല്ല വശങ്ങളുണ്ട് ഇതിനകത്ത്, അത് കുറേ നിൽക്കട്ടെ. കാരണം അതിൽ ലോ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഒക്കെ ഒറ്റയടിക്ക് ഇത് അനൽ ചെയ്ത് കളയാൻ പറ്റില്ല. ബട്ട് അതിനകത്ത് നമുക്ക് ഡിസറബിൾ ആയിട്ടുള്ള ഒരു 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 ചേഞ്ച് ചെയ്യേണ്ട സമയമായി. അഗ്രികൾച്ചർ ഈസ് ഓൺലി വൺ തിങ്. അത് കഴിഞ്ഞ് നമ്മൾ വ്യവസായം ഇതുപോലെ പ്രോത്സാഹിപ്പിക്കണമെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ 5-6 വർഷം 5-8 വർഷമായിട്ട് ഗവൺമെൻറ് ഒത്തിരി ചേഞ്ച് ചെയ്യും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതെല്ലാം മാറ്റം വരുന്നത്. അതൊക്കെ ഈ ഘട്ടഘട്ടമായിട്ട് മാത്രം. പക്ഷേ അവിടെയുള്ള ഫണ്ടമെൻ്റൽ ചില പ്രോബ്ലം ഉണ്ട്. കേരളത്തിലെ ഞാനും കൂടെ ഉൾപ്പെട്ടിരുന്ന ആ ബ്യൂറോക്രസി എന്ന് പറയുന്നത് വളരെ സ്ട്രാങ്കിൾ ഹോൾഡാണ്. അതെ, അണ്ടർ കൺട്രോൾ. അതിലൊത്തിരി മാറ്റം വരുത്താൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഇപ്പോഴും അത് നമ്മൾ ഇഫക്റ്റീവ് ആകും. ഞാൻ ഒത്തിരി ഇ ഗവേണൻസ് ചെയ്ത ആളാണ്, പക്ഷെ അതൊന്നും അൾട്ടിമേറ്റ് ഇ ഗവേണൻസിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോഴും നമുക്ക് കടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അന്നൊക്കെ നമ്മുടെ മുകളിൽ ഇരിക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറയുന്നത് ഈ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്, അത് ഉദ്യോഗസ്ഥന്മാരെ ഒറ്റയടിക്ക് നമുക്ക് ഉദ്യോഗസ്ഥന്മാരെ അങ്ങ് വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറേ ഘട്ടമായിട്ട് ചെയ്താണ്. അപ്പം അത് ഈ പറഞ്ഞ പോലെയാണ്, നമ്മൾ ഒരു കാലത്തിനനുസരിച്ച് ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കുറേ നെഗറ്റീവ് റിപ്പർക്കഷൻ ഉണ്ട്. അത് വി ഹാവ് ടു ഫേസ്. അവിടെ നമ്മൾ അങ്ങനെ സഫർ ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും സഫറിങ് ഉണ്ടാകുന്നെങ്കിൽ അവർക്ക് കുഷ്യം കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു റിസ്ക് എടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ട്, അതായത് നമ്മുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിനോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ള പൊതുവായിട്ടുള്ള ലീഡർഷിപ്പിന് അങ്ങനെ റിസ്ക് എടുക്കാനുള്ള താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ആ വ്യക്തിപരമായിട്ട് അവർക്കുണ്ട്. ഈ സമൂഹമായിട്ട് ഇതിനെ മാറ്റണമെങ്കിൽ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 10-15 വർഷം, ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. നമ്മൾ ഒരു 10-15 വർഷത്തെ ടൈം പീരീഡിനുള്ളിൽ, അതായത് ഒരു മീഡിയം ടൈമിനുള്ളിൽ നമ്മൾ സമൂഹത്തെ അതിനനുസരിച്ച് പരുവപ്പെടുത്തി എടുക്കാൻ നമുക്ക് പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒത്തിരി പേര് പുറത്തു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ പേര് മടങ്ങി വരുന്നുണ്ട്. ഇവർക്കൊക്കെ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിയുടെ കേരളത്തിനകത്ത് തന്നെ ഭാഗമാകരുത്. അല്ല ആകാമല്ലോ. അപ്പം അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം അഗ്രികൾച്ചർ അല്ല, ഈ ഹൈടെക് ഇൻഡസ്ട്രി എന്ന് നമ്മൾ ഒറ്റ ഇതിൽ പറയും. അപ്പോൾ കേരളമാണ് ആദ്യം ഒരു PSU വരെ ഹൈടെക് ഇൻഡസ്ട്രി ഉണ്ടാക്കിയത് തിരുവനന്തപുരത്ത്. അപ്പോൾ ഹൈടെക് ഇൻഡസ്ട്രി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ സിസ്റ്റം, ഹൈ വാല്യൂ പ്രൊഡക്ഷൻ സിസ്റ്റം ചെയ്യാം. അങ്ങനത്തെ എൻ്റർപ്രനേഴ്സ് കേരളത്തിൽ ഇല്ലാതില്ല. പക്ഷേ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. മൂവാറ്റുപുഴയുള്ള ഡെൻഡ കെയർ എന്ന് പറയുന്നത്, ഡെൻറ്റ് കെയർ, അയാൾ എത്ര ആളുകൾക്ക് നല്ല ഇഫക്റ്റീവ് ജോലി ചെയ്ത് ഹൈ എൻഡ് സാധനം എന്ത് ഹൈടെക്കായിട്ട് ചെയ്ത് ഈ പ്രൊഡ്യൂസ് 3000 ലോ ഓഫ് ഹിസ് ടേൺ ഓവർ, എന്തുമാത്രം വെൽത്ത് അയാൾ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനത്തെ യൂണിറ്റുകൾ ധാരാളം വന്നുകൂടെ വരാം. അപ്പം അതിന് വലിയ ലാൻഡും വേണ്ട. അത് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ ആളുകൾക്കിടയ്ക്ക് വരുന്നില്ല. അപ്പോൾ അവിടെ എല്ലാം ചെയ്തത്, ഇപ്പം നമ്മൾ ഗവൺമെൻറ് അലോ ചെയ്തു, നിങ്ങൾക്ക് ഒരു ലൈസൻസും ഇല്ലാതെ പോയി റെഡ് കാറ്റഗറി, പൊല്യൂഷൻ റെഡ് കാറ്റഗറി അല്ലാത്ത തുടങ്ങാൻ 3 വർഷം കൊണ്ട് നിങ്ങളിതെല്ലാം എടുത്താൽ മതി. ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അത് എങ്ങനെ അതിൻ്റെ ഇഫക്റ്റ് വരും എന്നെനിക്കറിയില്ല. ഈ നിയമങ്ങൾ പലതും നമ്മൾ പൊളിച്ചെഴുതുകയോ ഇല്ലാതാക്കുകയോ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പല നിയമങ്ങൾ കാലഹരണപ്പെട്ടു. അതാണ് ഈ റാഡിക്കൽ. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് നോക്കുമ്പോൾ എല്ലാ നിയമങ്ങളും കൽപ്പാന്ത കാലത്തേക്ക് ഒരു നിയമം ഉണ്ടാക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും പറഞ്ഞിട്ടില്ല. ഒരു സൊസൈറ്റിയിലും സാധ്യവുമല്ല. നമ്മളിവിടെ എന്തെങ്കിലും കൽപ്പാന്ത കാലം ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഡീൽ ചെയ്യാതെ നമ്മൾ പഠിച്ചതും ലേബറുമായിട്ട് റിലേറ്റഡ് എല്ലാ ലോയുമായിട്ടും എനിക്കറിയാം. അതിൽ പലതും ഇപ്പോൾ കാലഹരണപ്പെട്ടു പോയി. അതിൻ്റെ ആവശ്യം ഇനിയില്ല. അത് വീണ്ടും തുടരുകയാണ്. അപ്പം നമ്മളുടെ നിയമനിർമ്മാതാക്കളും മറ്റും ഈ ആവശ്യമില്ലാത്ത നിയമങ്ങൾ പല ലോ കമ്മീഷനും ഒക്കെ വെച്ചു. പക്ഷേ അവിടെ എങ്ങും ഒരു ധൈര്യമില്ല ചിലതിനെ എടുത്ത് കളയുക, അല്ലെങ്കിൽ അതിനെ മീനിങ് ഫുള്ളി കാലഘട്ടത്തിനനുസരമായിട്ട് ചേഞ്ച് വരുത്തുക. ആ ചേഞ്ച് വരുത്താൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചേഞ്ച് വന്നാലും പിന്നെയും ബ്യൂറോക്രാറ്റിക് കൺട്രോളാണ്. ശരിക്കും ഇപ്പോൾ പറഞ്ഞില്ലേ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റിന് ചന്ദനം മുറിക്കണമെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ പുറകെ പോകണം. അത് വിൽക്കണമെങ്കിൽ ഗവൺമെൻറ്റിൽ വിൽക്കണം. ഇത് കാര്യത്തിനാണ്. Why can't you treat chandra like any other crop? Yes. The only reason is Kerala has some natural plantation in Munnar. അതെ. അവിടെ എങ്ങാണ്ട് കുറച്ച് മറയൂർ പ്ലാന്റേഷൻ ഉണ്ട്.
അതിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് ചന്ദനം തരുന്നപോലെ ഇവനെ കൊണ്ട് മുറിപ്പിക്കണം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് വേറെ ചന്ദനം പ്ലാന്റേഷൻ ഇല്ല. മറയൂരെ ചന്ദനത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വളരുന്നതിന് ഫോറസ്റ്റുകാരൻ്റെ കൺട്രോളിൽ വെക്കണമെന്ന് പറയുന്നത് ഗവൺമെന്റ് കൊടുക്കണമെന്നും കൂടി കർണാടകത്തിലും ഒന്നുമില്ല. അവിടെയൊക്കെ ഇഷ്ടംപോലെ 300-400 ഏക്കർ ആളുകൾ കൃഷി ചെയ്യുന്നു, അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വെക്കുന്നു. വെരി ഗുഡ് എക്സാമ്പിൾ. എന്നിട്ട് വളരെ നല്ല വീണ്ടും ആ റെഗുലേഷനിൽ നിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ കൈകളിൽ നിന്ന് നമ്മളെ ഫ്രീ ആക്കുന്നില്ല. 2005 പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്ത് ആക്ട്, പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ട് എന്ന് പറഞ്ഞാൽ 85-ലുണ്ടായിരുന്നു. 2005 പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്ത് നിങ്ങൾക്ക് ഈ ഇതൊഴിച്ചിട്ട് ഈ അന്നും ഈ ചന്ദനവും ചില ഒഴിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഇഷ്ടംപോലെ ചെയ്യാൻ തേക്കടക്കം ആളുകൾ ചെയ്യുന്നുണ്ട്. എന്നാലും അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ നിയമം പലർക്കും ഇപ്പോഴും അറിയില്ല. ആ നിയമം അനുസരിച്ച് അതിൻ്റെ ട്രാൻസ്പോർട്ട് പെർമിറ്റ് എന്ന് പറയുന്നത് ഒരു ഫോമിൽ അതിൻ്റെ ഉടമ ഒപ്പിട്ട് എൻ്റെ ഇത്ര തടി ഇന്നിടത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ 15 ദിവസം മുമ്പ് റേഞ്ച് ഓഫീസർക്ക് പോസ്റ്റ് ചെയ്താൽ മതി. ആ പെർമിറ്റ് ഞാനുണ്ടാക്കിയ പെർമിറ്റാണ്. ഇന്ന് ഏതെങ്കിലും പോലീസുകാർ പിടിക്കുകയാണ്. ഇപ്പോൾ തടി കൊണ്ടുപോയാൽ എവിടെ നിന്ന് കട്ടൗട്ട് വന്നാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. എൻ്റെ സ്ഥലത്ത് നട്ട 50 തേക്ക് മുറിച്ച് 5 ലോറിയിലായിട്ട് ഞാൻ അതിൻ്റെ തടിമില്ലിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അത് വാങ്ങിച്ച ആൾ കൊണ്ടുപോവുക. ആ ഫ്രീഡം ഇപ്പോഴും കേരളത്തിൽ വന്നിട്ട് ഇതിലെന്താ കുഴപ്പം എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആ ഒരു റെഗുലേഷൻ ഇത് വെറുതെ ഉദ്യോഗസ്ഥക്കാരുടെ അധികാരത്തിനും അവരുടെ ആർബിട്രറിനെസ്സിനും മാത്രം വിട്ടുകൊടുക്കുന്ന കണ്ടമാനം റെഗുലേറ്ററി നിയമം എപ്പോഴും നിൽക്കും. ഒരു പുഷ്, ഒരു ലാർജ് ലെവൽ ഓഫ് എ പുഷ് ഈ ഭരണകർത്താക്കളിൽ നിന്ന് താഴോട്ട് പോയിട്ടില്ലെന്നാണ്. അത് അവർ ഒരു കോംപ്രമൈസ് അവര് ഞാൻ ഉൾപ്പെട്ടെന്ന് ഒരു കാലത്ത് ഞാൻ ഉൾപ്പെട്ടത് നമുക്ക് മാറ്റാവുന്നത് ചെറുത് മാറ്റാൻ പറ്റുള്ളൂ. പക്ഷേ നിയമമാറ്റത്തിൽ കൂടെ മാത്രമേ ഇത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ നിയമങ്ങളും ഉദ്യോഗസ്ഥന്മാരുടെ അതിപ്പോൾ നമ്മൾ ഈ ഗവർണൻസ് ഒക്കെ വരുമ്പോൾ ഒത്തിരി അധികാരം പോകും. ഒരു ഉദാഹരണം പറയാം. ഞാൻ റവന്യൂ സെക്രട്ടറി ആയപ്പോഴാണ് ഈ ഓട്ടോമാറ്റിക് നമ്മൾ പോക്കുവരവ് ഓൺലൈൻ പോക്കുവരവ്. അപ്പം നമ്മൾ രജിസ്ട്രേഷനിൽ നിന്നുള്ള ഡോക്യുമെൻ്റ് ഇവന് പോകണം. ഇപ്പോൾ രജിസ്ട്രേഷൻ നടത്തി ഈ ഡോക്യുമെൻ്റ് അങ്ങോട്ട് ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ആകുന്നു, വില്ലേജ് ഓഫീസറുടെ കയ്യിലത് വരുന്നു. അപ്പം അന്ന് കുറച്ച് ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെയാണെന്ന് അറിയാമോ, ഇവിടുന്ന് സ്കാൻ ചെയ്ത് കയറ്റണം. ഇത് ഇലക്ട്രോണിക് അല്ല ഡോക്യുമെൻ്റ്. അപ്പം ഈ സ്കാൻ ചെയ്യുന്ന 2 പേപ്പർ വെച്ച് ഇവർ തമ്മിലുള്ള കൊളാബറേഷനാണ്. 2 പേപ്പർ വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് അങ്ങോട്ടേക്കും. ഒന്നും ഉണ്ടാവില്ല. വില്ലേജ് ചെല്ലുമ്പോൾ അവൻ എനിക്ക് കാണാൻ പറ്റില്ല. ഉടനെ അവൻ മറ്റവനെ എല്ലാം ടെലിഫോണും ഉണ്ടല്ലോ, ടെലിഫോൺ വിളിച്ച് പറയും ഇതിൻ്റെ ഒറിജിനലുമായിട്ട് ഇവിടെ തിരിഞ്ഞു വീണ്ടും. അപ്പോൾ ഒരു 10% ആളുകൾ വീണ്ടും ഓൺലൈൻ പോക്കുവരവ് നടത്തി കിട്ടുന്നതിന് വീണ്ടും വില്ലേജ് ഓഫീസിൽ ചെല്ലേണ്ടി വരും. അതിൻ്റെ സാഹചര്യം ബ്യൂറോക്രസി ഉണ്ടാക്കുക. അന്നാണ് പിന്നെ നമ്മൾ ഇത് ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് ആയിട്ട് ഇപ്പോൾ മാറി എഴുത്ത് നിർത്തി. എഴുത്ത് നിർത്തിയിട്ട് ഇപ്പോൾ രണ്ടും നടത്തും, എഴുതിയും വെക്കാം. അപ്പോൾ ഈ ഒറ്റ തീരുമാനം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല? എല്ലാവരും ഇലക്ട്രോണിക് ഡോക്യുമെൻ്റേ വെക്കാവുള്ളൂ. അപ്പോൾ പിന്നെ ഈ മറിച്ചിട്ട് വില്ലേജ് ഓഫീസർക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ വരില്ലല്ലോ. ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് എന്തുമാത്രം കുറയും ഡോക്യുമെൻ്റ് വെച്ചിട്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കപ്പാസിറ്റി ഉണ്ടാക്കുക. ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പം രജിസ്ട്രേഷന് ചെല്ലുമ്പോൾ ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് അത് ഇപ്പോൾ എഴുതുന്ന ആൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടേ ആ ടൈപ്പ് ചെയ്യുന്നൊക്കെ ആൾ തന്നെ ചെയ്തോട്ടെ. പക്ഷേ ഇലക്ട്രോണിക് അതിപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് 2013 നടപ്പാക്കാനായിട്ട് എന്തൊരു റെസിസ്റ്റൻസ് ആണ്. എഴുത്തുകാരുടെ ജോലി നഷ്ടപ്പെടും. 1533 എഴുത്തുകാരേ ഉള്ളൂ ആകെ. അത് അവർ പറയും 25,000 പേർ. അവർ ഒരാൾക്ക് ജോലിയൊക്കെ കാണും. ആ 25,000 പേരുടെ ജോലി പോകും. ബാക്കി 3,49,00,000 സംബന്ധിച്ച് ഭരിക്കുന്ന ഗവൺമെന്റുകൾക്ക് യാതൊരു കൺസേൺ. 25,000 പേർ അവരുടെ ജോലി പോയില്ലെന്നേ. അതിൽ കുറേ പേർക്ക് ഇതിനകത്തും അവരെ ഹെൽപ്പ് ചെയ്തോട്ടെ. പക്ഷെ പഴയ വരുമാനം കിട്ടില്ല. എല്ലാവർക്കും അറിയാം, കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം എന്തിനാണ് ആ സിസ്റ്റം നിൽക്കുന്നതെന്നും. നമ്മളെല്ലാം എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു പൊതു ആധാരം ഇലക്ട്രോണിക്കായിട്ട് സ്റ്റാമ്പ് എടുക്കുന്നത് പോലും ഇപ്പം വലിയ പ്രശ്നമാണ്. അപ്പം ഞാൻ ഈ പ്രധാനമായിട്ട് ആവശ്യമുള്ള മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ നിയമങ്ങളിൽ ഞാനൊന്ന് സമൂല മാറ്റം എന്നല്ല പറയേണ്ടത്, അനുസൃതമായിട്ട് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ കുറേയേറെ നിയമങ്ങൾക്ക് ആ മാറ്റം ഉണ്ടാക്കാനുണ്ട്. അത് മാറ്റം ഉണ്ടാക്കിയാൽ നമ്മൾക്ക് കേരളത്തിൽ ഇക്കണോമിക് പ്രോഗ്രസ്സിനുള്ള ഒരു ഇക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് നമ്മൾ പറയാൻ കാരണം ഈ തരത്തിലുള്ള ബഹുമുഖ റെഗുലേഷൻസും കൺട്രോൾസുമാണ്. ഈ റെഗുലേഷനും കൺട്രോൾസും മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഞാനിപ്പോൾ ഈ ടോട്ടൽ ഫ്രീ എൻ്റർപ്രൈസ് ഒന്നും ആർക്ക് വേണമെങ്കിലും എന്താകാമെന്നുള്ളതൊന്നുമല്ല. ഈ റെഗുലേഷനെ വളരെ എന്താ പറയുന്നത്, ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് റെഗുലേഷൻ വളരെ സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ
ഈ പോക്കുവരെ ഓട്ടോമാറ്റിക്കാന്ന് പറഞ്ഞ ഒരു വലിയ സ്റ്റെപ്പ് ഫോർവേഡാണ്. അതിനകത്ത് വന്ന തടസ്സങ്ങൾ നീക്കിയിട്ട് ഇപ്പം നേരെയാക്കാം. ഇപ്പോൾ ഗവൺമെൻറ് ഡിജിറ്റൽ സർവേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം വളരെ എളുപ്പമാണ്. അത് ആ ഒരു ടെക്നോളജി അതിനും ഇപ്പം നമ്മൾ ഒരു വർഷത്തോളമായി 1.5 വർഷമായിട്ടും ഒരു 20-30% ആയുള്ളൂ. എല്ലാത്തിനും നമുക്ക് സമയമെടുക്കുന്നു. അതെല്ലാം മറ്റ് പല റെഗുലേഷൻ്റെയും ഈ ലോട്ട് ഓഫ് ലാൻഡ് ലോയുടെ ലിമിറ്റേഷൻ കൊണ്ടാണ് ഈ ഡിജിറ്റൽ സർവേക്കും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിജിറ്റൽ സർവേ ഫുള്ളായിട്ട് എനേബിൾ ചെയ്യണമെങ്കിൽ പല നിയമങ്ങളിലും ഉള്ള ചില മാറ്റങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പോളിസി ചേഞ്ചോ വന്നെങ്കിലേ പറ്റുള്ളൂ. അതും ഒരു ഇഷ്യൂ ആയിരിക്കും അതിനകത്ത്. അതുകൊണ്ടാണ് ഈ താമസം എടുക്കുന്നത്. അതെല്ലാം അതിനുള്ള നിയമനിർമ്മാണവും വേണ്ടേ? പുതിയ നിയമനിർമ്മാണവും വേണം. പലത് പോയിട്ട് അതിന് പകരം വേറെ നിയമങ്ങൾ വരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് അടിസ്ഥാനപരമാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ നിയമങ്ങൾ എപ്പോഴും പുതിയ നിയമങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ചിന്തയെ മാറ്റുന്നതും കൂടിയാണ്. അതെ, തിരിച്ചുമാണ്. അതെ, നിയമങ്ങൾ കാരണം ചിന്ത മോശമായി പോയി. ഇപ്പം അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു. കാലഹരണപ്പെട്ട നിയമങ്ങൾ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടാത്തത് മനുഷ്യനെ പുതിയ പന്താവിലേക്ക് നയിക്കുന്നതിന് അതൊരു എതിർ ഘടകമായിട്ട് നിൽക്കും. അതൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആയിട്ട് നിൽക്കും. അതെ, ഈ നിയമങ്ങളെല്ലാം നിൽക്കുന്ന കാര്യത്തിൽ എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഒരാൾ ചോദിച്ചാൽ അയാളെ കുറ്റം പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നല്ലോ. അവിടെ കുറെ നിൽക്കുന്ന ഒരു നിയമം ഞാൻ പറയട്ടെ. കേരള അഗ്രികൾച്ചർ വർക്കേഴ്സ് ആക്ട് 1964 മറ്റുമാണ്. അതിനകത്ത് പറയണത് അത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൻ്റെ ഒരു അഗ്രികൾച്ചർ വേർഷനാണ്. ഓക്കെ, കേരളത്തിൽ മാത്രമാണ് ആദ്യം അതുണ്ട്. ഇപ്പം മറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനകത്ത് പറയുന്നത് ഒരു അഗ്രികൾച്ചർ സീസണിൽ ഒരു കർഷകൻ ഒരു അഗ്രികൾച്ചർ വർക്കറെ ഉപയോഗിച്ചിരുന്നെങ്കിൽ അടുത്ത സീസൺ അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ ആ ജോലി കൊടുക്കണം. ഓക്കെ, വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. അയാളെ മാറ്റിയിട്ട് വേറൊരാളെ വെച്ച് കഴിഞ്ഞാൽ അയാൾക്കൊരു ഡിസ്പ്യൂട്ട് റേസ് ചെയ്യാം. അതെ, ലേബർ ഓഫീസറിൻ്റെ മുന്നിൽ അയാൾക്ക് അതിന് കോമ്പൻസേഷനും എല്ലാം കൊടുക്കണം. അതായത് മറ്റേ നമ്മുടെ ഇൻഡസ്ട്രി വരുമ്പോൾ ആരും അതിനു വേണ്ടി പ്രവർത്തിക്കില്ല. അതൊക്കെ അപ്പം ഞാൻ വെറുതെ ഒരു 1 ഏക്കർ സ്ഥലത്തിനകത്ത് കൃഷി ചെയ്തു, ഒരു വർക്കറെ വെച്ചു, അവന് നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഞാനാ ബാക്കി കൃഷി ചെയ്യുന്നത്, ഞാൻ അവനെ കൂടെ വെച്ചു. അടുത്ത പ്രാവശ്യം എനിക്ക് അവനെ ഇഷ്ടമില്ല, അവൻ എൻ്റെ പണി ശരിക്കും ചെയ്തില്ല, കുറച്ചുകൂടെ നല്ല ഒരാളിനെ എനിക്ക് വെക്കണമെന്ന് തോന്നിയാൽ ഞാൻ ഉടനെ പോയി എൻ്റെ 1 വർഷത്തെ ആദായത്തിന് കിട്ടുന്ന പൈസ അവിടെ കോമ്പൻസേഷൻ കൊടുക്കുന്ന ഒരു 6 മാസം 1 വർഷം ഞാൻ അതിന് പോകണം. ഇനി ഒന്നും ഇപ്പോൾ കാര്യമായിട്ടില്ല, ആരും ചെയ്യുന്നില്ല. പക്ഷെ അതിപ്പോഴും നിൽക്കുകയാണ് കടലാസിൽ, ഇപ്പോഴും കടലാസിൽ നിൽക്കുക. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ നമ്മളെ പുതിയ ടെക്നോ അഗ്രിപ്രൈനർ വന്നു, അയാൾ അതിനകത്ത് ആരെങ്കിലും കൃഷി ചെയ്യാൻ നിർത്തിയാൽ അപ്പോൾ അയാളുടെ മെഷീൻ അവിടെ ഉപയോഗിക്കുമ്പോൾ അഗ്രികൾച്ചർ വർക്കറുടെ ജോലി പോയി. അതെ, അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് ആരെങ്കിലും നിർത്തിയാൽ എനിക്ക് അവനെ മാറ്റാനുള്ള സൗകര്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ എൻ്റർപ്രൈസസ് ധാരാളമുണ്ട്, സെയിം സ്കില്ലിലുള്ള ആളുകൾ വേറൊരാൾ ആവശ്യമുണ്ടെങ്കിൽ ഈ ജോലി സ്ഥിരത എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. അല്ല, ഐ ടിയിൽ ഇപ്പോൾ എന്നെ ഇവിടുന്ന് വിട്ടാൽ വേറെ കിട്ടുന്നത് കൊണ്ടാണ് ഈ വർക്കേഴ്സ് ഇപ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പം വന്നു. ചില മേഖലയിൽ ഈ ടൂറിസം മേഖലയിൽ സമരം അധികം നടക്കുന്നില്ല. എന്നെ ഒരു റിസോർട്ടിൽ ജോലി വരെ വേറൊരു റിസോർട്ടിൽ എനിക്ക് കിട്ടും. അതുകൊണ്ട് അവിടെ യൂണിയൻ ഉണ്ടാക്കി അവൻ അതിൻ്റെ വാതിക്കൽ ആരെങ്കിലും സമരം കിടന്ന് കാണുന്നുണ്ടോ? ഒരു റിസോർട്ടിൻ്റെ മുന്നിൽ എത്ര ജോലിക്കാരെ അവിടെ ആരെങ്കിലും സമരം കിടന്ന് കാണുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ കാരണം ആ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് പോകാം. അപ്പം എനിക്ക് എൻ്റർപ്രൈസുകളുടെ എണ്ണം വർദ്ധിക്കും തോറും ഈ സമരങ്ങളുടെ ആവശ്യം കുറയും. അതെ, നേരത്തെ സമരങ്ങളുടെ ആധിക്യം കൂടുതൽ എൻ്റർപ്രൈസ് വരാതിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ എൻ്റർപ്രൈസ് വരികയും ഒരേ സ്കില്ല് ആവശ്യമുള്ള എൻ്റർപ്രൈസിൻ്റെ എണ്ണം കൂടിക്കഴിയുമ്പം സമരങ്ങളുടെ ആവശ്യം കുറയും. ഈ ജോലി നഷ്ടമെന്ന് പറഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടെ 50,000 രൂപ വന്ന് കിട്ടും, പക്ഷേ അപ്പുറത്ത് പോയാലും 30,000 കിട്ടും. ഞാൻ പട്ടിണിലേക്ക്. അതാണ് ഒരു ഫ്ലറിഷിങ് എക്കണോമിയുടെ ലക്ഷണം. അവിടെ ഈ സ്റ്റാഗ്നൻ്റ് നിൽക്കുമ്പോഴാണ് ഈ സമരത്തിൻ്റെ കാലം വരുന്നത്. ഒരിക്കൽ നമ്മൾ പറഞ്ഞു ഇതെല്ലാം മുതലാളിയുടെ ചൂഷണം. ഇന്നിപ്പോൾ മുതലാളിയുടെ ചൂഷണം അല്ലെങ്കിൽ പോലും എനിക്ക് കാലം കൊണ്ടൊരെണ്ണം പൂട്ടാൻ വന്നാൽ പൂട്ടാൻ പറ്റുന്നില്ല. അപ്പം അതൊക്കെ കാലം മാറിയതനുസരിച്ച് ഈ തരത്തിലാണ് ഇനി നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. അന്ന് നമ്മൾ അങ്ങനെ തിങ്ക് ചെയ്യും, ഒരാളുടെയും ജോലി പോകാൻ പാടില്ല. ഞാനും അതിനോട് എഗ്രി ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിച്ച ഞാനും ആ കാലഘട്ടത്തിൽ ഞാനും അതിനെ അനുകൂലിക്കുന്ന ആളാണ്. കാലഘട്ടം ഇപ്പം മാറിക്കഴിഞ്ഞപ്പം അതർ ഓപ്പർച്യൂണിറ്റി. പിന്നെ അന്നെല്ലാം മിക്കവാറും ഒരു വീട്ടിൽ ഒറ്റയാൾക്ക് മാത്രമാണ് ജോലിക്ക് സാധ്യത. അതെ, ഇന്ന് ഒരാളുടെ ജോലി പോകാൻ വേറൊരാൾക്ക് ജോലി ഉണ്ട്. അവരുടനെ പിന്നെ പെർജുറിയിലേക്ക് ഏറ്റവും താഴ്ന്ന ലെവലിലേക്കൊന്നും പോകത്തില്ല. ഇതുപോലത്തെ ഒരു സാഹചര്യം വന്നു. മോർ ദാൻ 1 എംപ്ലോയബിൾ ആളുകൾ വീട്ടിലുണ്ട്. ഒരാളുടെ പോയി കഴിഞ്ഞാലും കുറച്ച് പിടിച്ച് ഈ ഒക്കെ ഒരു സാഹചര്യം വന്നപ്പോൾ ആ പഴയ രീതിയിലുള്ള നിയമത്തിൻ്റെ ആ തിങ്കിങ്ങിൻ്റെ കാലം മാറേണ്ടി വരുന്നു. അതനുസരിച്ച് ആ നിയമങ്ങളിൽ, ലേബർ നിയമങ്ങളിൽ മാറ്റം ഉണ്ടാക്കും. അത് സെൻട്രൽ ഗവൺമെൻറ് ഒത്തിരി മാറ്റം വരുത്തി. ഇവിടെ ഇപ്പോഴും നമ്മൾ എടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇത് പല കാര്യത്തിൽ അങ്ങനെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിന് നല്ല ഭാവി ഉണ്ടാക്കാൻ പറ്റും. എക്കണോമിക് ആക്ടിവിറ്റി ഇവിടെ പല മടങ്ങ് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ കൺക്ലൂഷനായിട്ട് സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ എക്കണോമിക് ആക്ടിവിറ്റിയും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ
നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിയമങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളതും പുതിയ എന്തെല്ലാം നിയമങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ടുവരണമെന്നുള്ളതും വളരെ വളരെ ഒരു ഡിറ്റർമിനേഷനോടുകൂടി മുമ്പോട്ട് പോയിട്ട് ഒരു സമൂലമായ ഒരു ക്വാണ്ടം ലീപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് നടക്കുകയുള്ളൂ എന്നതാണ്. താങ്ക് യു വെരി മച്ച്.